വെറൈറ്റി പരിപാടി കേട്ടോ. ഉള്ളിയരിയുണ്ട്, മഷ്റൂമാണ്, മാജിക് മഷ്റൂമാണ്, ആണുങ്ങൾ ദിവസം ചേർക്കുന്നത് സാധനമുണ്ട്. മൈക്ക് കണക്കില്ല, പപ്പക്കും അമ്മക്കും ഒളിച്ചതിന് മുണ്ടില്ലല്ലോ. എന്നാ ചോദിച്ചോ, പപ്പടത്ത് ചോദിച്ചോ. പ്ലീസ്. അതില് സൗണ്ട് ഇല്ല, മൈക്ക് വെറുതെ പട്ടി ഷോക്ക് വെച്ചിട്ടാ. അപ്പൊ വെച്ചിട്ടാണ് അമ്മ പട്ടി ഷോക്ക് വെച്ചിട്ടാണ്. ഇതിൽ കേൾക്കണുണ്ടേ, ഇതിൽ കേൾക്കണുണ്ടേ. കയ്യിൽ പിടിച്ചോ. ആ ഓക്കെ. ഹലോ 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 ഷാനെ, ഇതെന്താ വരക്കണ്? മമ്മ എന്നെ ചീത്ത പറഞ്ഞല്ലേ. ഞങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, നടക്കൂല. ചെറിയ കുട്ടികളോട് വർത്താനം പറയുമ്പോ ഓരോ പ്രായത്തിലൂടെ എല്ലാവരും കൊണ്ടു നിൽക്കാൻ. ഞാൻ കുട്ടികളെ ചീത്ത ചെയ്യേണ്ടി പോകണം എപ്പോഴും എന്റെ ജീവിതത്തിന്റെ കുട്ടിയെ. പക്ഷെ ഷാനെ പപ്പന്റെ ചീത്ത ഉണ്ടാവും ഇല്ലല്ലോ. മമ്മ എന്താ പറയുന്നത്? മമ്മ പറയലുണ്ടോ? മമ്മ പറയില്ല, മമ്മന്റെ ചീത്ത പറയില്ല. ഞാൻ എന്റെ മമ്മ എപ്പോ കണ്ടാലും മമ്മ ദേഷ്യപ്പെട്ടത് ഇഷ്ടമുണ്ടാവുമോ? പപ്പക്കോ? പപ്പക്ക് ദേഷ്യപ്പെട്ടില്ലെങ്കിലും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയലുണ്ടോ? അപ്പൊ ഞാനൊന്നും എന്റെ ഷാനൊന്നും പറയലില്ല. എന്റെ കുട്ടിയാണ്, പപ്പന്റെ മുത്താണ് അല്ലേ? പൊന്നാണ്. അങ്ങനെ ഒരു കച്ചറ കഴിഞ്ഞു. ഭാഗ്യം എന്റെ ഫോണിലായതുകൊണ്ട് എഡിറ്റ് ചെയ്യാം. ഇതാരൊക്കെയാണ്? മമ്മന്റെ വയറ്റില് ബേബിയാണത്. ഓക്കെ, എത്ര ഇഞ്ഞു ബേബിയോ? മതി. ഇതെന്താ ഇങ്ങനെയൊക്കെ? പപ്പ എവിടെ ഇരുന്നു? പപ്പ ഗൾഫിലല്ലേ? പപ്പനെ വരച്ചോണ്ടില്ലേ? എന്താ വരക്കാത്ത? പപ്പനെ വരക്കാത്ത എന്താ? സാറിലൊക്കെ അറിയണ്ടോ? ഇങ്ങനെ ഒരു മഷ്റൂം ഉണ്ടാക്കാൻ മനുഷ്യൻ കണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്താ രുചി? പിന്നെ ഇന്നലെ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ചെറിയ ജീരകടല്ലേ നിങ്ങൾ മഷ്റൂം ഉണ്ടാക്കാൻ? വലിയ ജീരക, ചെറിയ ജീരകടല്ലേ? നിങ്ങൾ ചോദിച്ച മസാലയ്ക്ക് 2 ജീരക കൂടുതലുണ്ട്. മഷ്റൂമിന്റെ എനിക്കറിയില്ല. ഇന്നലെ മീൻ കറി ഉണ്ടാക്കിയതാണിത്. ഇന്നലെ ഞാൻ ഇതിപ്പോ യൂസ് ചെയ്ത് കഴിയാനായി ഒരു ബോട്ടില്. ഇതുവരെ ഇതിന് ഒന്നും ഉണ്ടായിരുന്നില്ല. ചളിയല്ല, മഞ്ഞള്. ഇല്ല, വെറും ഫിഷ് മസാല എടുത്തു റിവൈൻഡ് ചെയ്യും. അത് മതിയാവും. ഇതെന്തായാലും ഞാനല്ല കേട്ടോ. റിവൈൻഡ് ചെയ്യും. അങ്ങനല്ല കേട്ടോ ഞാനത് വെക്കല്. അത് നിങ്ങൾ പിന്നെ വെച്ചാ മതി കേട്ടോ. എന്തൊക്കെ പെട്ടത് നിങ്ങള് റെസിപ്പി ഇതൊക്കെ ഫുള്ള് രഹസ്യങ്ങളാണ്. ഇഞ്ചി എവിടെ? ഇത് മഷ്റൂം അരപ്പുണ്ടാക്കാൻ മതി. അരപ്പുണ്ടാക്കാൻ തക്കാളി വെറൈറ്റി ഉണ്ടാക്കാനുള്ള പൊന്നാര ഉണ്ടാക്കലല്ല. ഇഞ്ചറുണ്ടോ? മോഹൻ തന്നെ കിട്ടും. വർത്താനം ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. ആരമുഖം
അതും കൂട്ടി തന്നെ ചോറുണ്ടാവും അല്ലേ? നാടക ശ്രീലങ്കൻ്റെ അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ശ്രീലങ്കയുടെ വെളിച്ചെണ്ണ, വേപ്പില. ഇത് കേൾക്കാൻ പോണത് മെയിൻ സാധനം കേട്ടോ. എന്ത് സാധനം ഉണ്ടാക്കുന്നതിന് അതിടും. കട്ടൻ ചായ വെച്ച് ഒരുപാട് കഴിച്ചു. അത് കഴിച്ചു, ഞാൻ കണ്ടിട്ടില്ല. എന്തോ ഒരു കഷ്ടം, അത് കളഞ്ഞും ചെയ്യും. ഇത്ര വേണ്ട, ഞാനത് ശ്രദ്ധിച്ചായിട്ടാണ്. രാഗി കഴിപ്പിച്ചാൽ രാഗി കഴിപ്പിച്ചാൽ മതിയാണ്. ഞാൻ ഓരോ രഹസ്യങ്ങളും. അപ്പൊ ഒരു പിടി ഉലുവ വേണം. ഒരു പിടി ഉലുവ നമ്മുടെ ഇഷ്ടപ്പെട്ട അയച്ചാണ്. അത് ഞാൻ എടുക്കുന്ന അരപ്പിടി പോയി കളയുകയും ചെയ്താണ്. ചൂടാവണത് ഞങ്ങൾക്ക് പല ഡൗട്ടും ഉണ്ടാവില്ലേ? ഇളക്കിയ കുഴപ്പമുണ്ടോ? അപ്പൊ മഷ്റൂം കറിയായി തിളക്കട്ടെ. തിളച്ച കറിയായി ഇല്ല, ഒക്കെ നോക്കണം. മഷ്റൂം ഇടണം. മഷ്റൂം കറിയൊന്നുമല്ല, ഇത് വരച്ചു അതിൽ അരപ്പ് മാതിരി വരും. ഇത് പച്ചനല്ല. കഞ്ഞി കൊണ്ടോ എപ്പോഴും നിങ്ങൾക്ക് കയ്യിൽ പോവൻ തന്നെയാണല്ലോ. നല്ല രീതിയിൽ ഞാൻ ചോദിച്ചു, ഞാൻ ഉണ്ടാക്കാന്ന്. ഇങ്ങനൊരു അരപ്പിലൊരു പിന്നെ കൂന് വെച്ച് നടാടെ കറിഞ്ഞ് കാണും കേട്ടോ. ശരി, എത്ര ഉലുവയെന്ന് ഞങ്ങളാരോടെ ഒരു കറി കൂടലില്ല. ബീഫൊക്കെ പോലും ഇടൂല അത്ര. അവിടെ ഉണ്ടാക്കണ കറിയൊക്കെ ഒരു കോലം. ഇങ്ങോട്ട് നോക്കാണ്, ഇങ്ങോട്ട് വലത്താട്ടൊന്ന് തിരിഞ്ഞാണ്. തിളക്കണ്ടടി, അടച്ചേക്കണ്ടേ? ഒന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ലല്ലോ. അടച്ചേക്കേണ്ട ആവശ്യമില്ല. ഇത് എത്ര ടൈം വേണം വേണമെങ്കിൽ? കുറച്ച് മതി, 5 മിനിറ്റ്. വെള്ളം മതിയോ? അല്ല, നിങ്ങള് വരട്ട് മാതിരിയല്ലേ? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കൂനുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് ഇപ്പൊ തെറിക്കാതിരിക്കത് മാത്രമേ മാറണം. ഇങ്ങനെ തെറിക്കാനാവുമ്പോ കൂന് കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിലിടണം മഷ്റൂം. ഓക്കെ, അങ്ങനെ തിളക്കി കഴിഞ്ഞാൽ മഷ്റൂം മസാല, അതിൽ കായും കളയാൻ കുറച്ച് സാധനം ഉണ്ട്, എന്തും ഉണ്ടാകും. പിന്നെ തിന്നാൻ അധികം ആൾക്കാരൊന്നും ഉണ്ടാകും, നമ്മൾ തന്നെ തിന്നും. ഞാൻ ഉണ്ടാക്കിയൊന്നും ചെയ്യുന്നില്ല. എനിക്ക് വീഡിയോ ഇടാനില്ല, തിന്നാൻ അറിയുന്നു. ലേറ്റ് നൈറ്റിൽ ഇഷ്ടമല്ല, ഞങ്ങൾക്ക് അറിയില്ല. ഡയറ്റ് ആയിട്ടല്ല. ഇപ്പൊ ഒരുവിധം നിങ്ങൾക്ക് അറിയണ എല്ലാ തൊട്ടിയില്ലേ? സോപ്പ് പൊടി, അപ്പക്കാരം. ഇത് റെഡിയായി വരുമ്പോ
ഞാൻ അതിന്റെ പൊടിപ്പൊന്നും കൂടെ കാണിക്കട്ടപ്പോ ചെറിയ ആവിയിലിങ്ങനെ ദമ്മുണ്ടോ ദമ്മല്ലടേ കാണിച്ചാൽ ഇന്ന് വെള്ളം ഇറങ്ങാണ്ട് തിന്നാം. പുകക്കലുണ്ടോ? അല്ല വെള്ളമില്ലാതെ നടക്കൂല. അത്ര ഡ്രൈ ആയി കഴിഞ്ഞാൽ അടി പൊളിച്ചു. ഒന്ന് ലൂസാക്കിയ ചൂടുള്ളല്ലോ. ഇതിന് എന്താ അറിയാം ഒറ്റ അടിച്ച് പൊളിച്ചു. ഇപ്പം നോക്കി നോക്കി എന്താണ് അതിൻ്റെ പാകം വെള്ളം. ഇതിൻ്റെ മുകൾക്ക് ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക മല്ലിച്ചപ്പ്. ഇനി ഇതിപ്പോൾ നോക്കണം ആദ്യം. നോക്കിലേക്ക് വീടാന്റെ ബീഫിൽ ഉപ്പുണ്ടാക്കിയ മാതിരി കുറെ നേരമായി. റെഡി ആവൂടാ വേണോ? ഇത് എരിവാട്ടോ, ചൂടില്ല. തളിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് ഞാൻ ക്യാമറ നോക്കി പറ എങ്ങനെയുണ്ട്? എമ്മിയ അങ്ങനെ ഈ ലോകത്തിന് ആവശ്യമാണ്. ഉണ്ട് കുറവില്ലേ? എരിവാണത്. ഇതായി നമുക്ക് പിടിക്കാനുള്ളതാണ്. പച്ച വെളിച്ചെണ്ണ തൂവിയാൽ മതി. അല്ലാതെ കുറച്ചും കഴിയണം. നിങ്ങൾ പറയുമ്പോഴല്ലേ തൂവ. ഞങ്ങൾക്കൊരു സമയമുണ്ട്. ഞങ്ങള് തൂവ ഞങ്ങള് സ്കൂൾക്ക് പിന്നെ എന്താ പറഞ്ഞ തൂക എന്ന് പറയാൻ ചെറുച്ചണ്ട ഞങ്ങള് ഒക്കെ ഡബിൾ മീനിങ്. ചോറിന്റെ അല്ല മോളെ, ഇതൊക്കെ നിങ്ങള് വിചാരിക്കണ മാതിരിയാണ്. ഒരു മഷ്റൂം കറിയാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് കാണാം. ചെയ്യേണ്ട ഇങ്ങനെ അലമ്പാക്കി കാണിച്ചു കൊടുക്കണം. എനിക്ക് പണി കിട്ടും. പിന്നെ അതിന്റെ മുകളിൽ ഇത്തിരി മല്ലിച്ചപ്പും വാങ്ങണം, ഇത്തിരി പച്ച വെളിച്ചെണ്ണ തോന്നും. കഴിഞ്ഞാല് ടൈമോ? അപ്പൊ ഇക്കാന്റെ മാക്സിമം ആക്കിയിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അതൊക്കെ ക്ലിയർ ആക്കണം. പാത്രങ്ങള് പിന്നെ കുറച്ചൊക്കെ മോറാനുണ്ട്. കുറച്ചേ ഉള്ളൂ. എന്താ പറയാ, ഇതിപ്പോ വെള്ളം കയറിയില്ല. ഞാൻ പറഞ്ഞു കൊടുക്കാനും മറന്നു. കൂണുന്ന വെള്ളം ഇറങ്ങുന്നുള്ളത് പറയാൻ വിട്ടു. ഇപ്പൊ ഞാൻ വെള്ളം ഒഴിച്ചു എന്നെങ്ങാനും പറഞ്ഞു എന്നാവോ? അതും പറയും. അതാണ് വീഡിയോ എടുത്ത പിന്നെ തെളിവിനായില്ലോ. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പൊ പണിക്കും. ചീറി അല്ലേ സംഗതി. നോൺ വെജൊക്കെ ഓക്കെ, വെജൊക്കെ ഇത്ര കരിവ്. എന്തൊന്നും പറയൂ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോഴത്തേനും സുബഹിക്കുള്ള സമയമായി. അപ്പം ഇക്കന്നെ അത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് കിടക്കുന്നുള്ളൂ എന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് ഈ അപ്പം എവിടെയെന്ന് ഓർത്ത് അവിടെ ഉണ്ട് ഉണരണം. എൻ്റെ മുന്നോ ഉറങ്ങണ. ഞാൻ ഫ്ലാഷ് ഇട്ടിട്ട് കാണിക്കട്ടെ. ഉറങ്ങണു. ഉണരണുണ്ട്. അപ്പം
അപ്പോൾ ശരി ഗൈസ്, ഗുഡ് നൈറ്റ്. അല്ല, മോർണിംഗ് ആയി. ഇനിയിപ്പം ബാങ്ക് വിളിച്ചിട്ടൊക്കെ ഒന്ന് കിടക്കുള്ളൂ. എനിക്ക് പോവാൻ കുറച്ച് സമയം എടുക്കും, ഉച്ചയ്ക്കാവും. അപ്പോൾ പിന്നെ എനിക്ക് കിടക്കൽ കണക്കാണ്, കാരണം ഇവരപ്പത്തിന് എണീക്കുമല്ലോ. പിന്നെ മക്കളുടെ കുളി, ഇക്കുള്ള ഫുഡ് റെഡിയാക്കൽ, അങ്ങനെയൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.